എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീച്ചിൽ പോയിട്ട് വന്നാലോ? ഐശോ, നമ്മളെങ്ങനെ പോണ്? എന്തിനാ? ഞാനും ബാബിയും ഐശും കൂടിയിട്ടാണ് കേട്ടോ ബീച്ചിലേക്ക് പോണത്. നമ്മളിവിടുന്ന് നടന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ബീച്ചിലേക്ക്. കുറേ ദിവസമായി ഞങ്ങൾ ബീച്ചിൽ പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇന്നാണ് അതിനൊരു തീരുമാനമായത്. നല്ല ചൂടല്ലേ, അപ്പോൾ ബീച്ചിൽ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് തീരുമാനിച്ച്. നമ്മളെ വീടിൻ്റെ അടുത്താണ് ബീച്ചെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പോവാറ് പെരിയമ്പലം മന്നലാകുന്ന ബീച്ചിലേക്കൊക്കെയാണ് കേട്ടോ. ഈ ബീച്ചിലേക്ക് അങ്ങനെ പോവാറില്ല. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾക്കൊരു പുളി കിട്ടിയിട്ടാ. ഒരു പുളിയും 3 ആളും പുളിക്ക് വേണ്ടിയിട്ട് മത്സരമായിരുന്നു. ലാസ്റ്റ് ഭാവി എല്ലാവർക്കും പങ്കുവെച്ച് തന്ന്. ഐഷുവാണ് ഏറ്റവും കൊതിച്ച്, അവൾക്ക് തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുളിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് ഗേസ്. ഇത് കണ്ടോ നിങ്ങൾ, മഞ്ഞ കോളാമ്പി. പണ്ടൊക്കെ ഇതിൻ്റെ പിന്നാലെ എത്ര നടന്നിട്ടുണ്ടെന്നറിയോ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വീടിൻ്റെ ഫ്രണ്ടാട്ടോ. നല്ല രസമുണ്ടല്ലേ ചെടി വെച്ചിരിക്കുന്നത് കാണാൻ. കുറേ ബോഗൻവില്ലാസുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ആരുമില്ല. ഇത് എങ്ങനെ വളരുന്നതെന്നാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട്. ഫൈനലി നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ പിള്ളേർക്കായാലും കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷേ കടലിൽ ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം പെട്ടെന്നാണ് ഇവിടെ തിരകൾ വരുന്നത്. ഇവിടെ എപ്പോഴും വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് തിരമാലകളൊക്കെ വരിക. അങ്ങനെ നമ്മൾ ഐഷു അവളെ പരിപാടി തുടങ്ങി. കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ടല്ലോ, നമുക്ക് നൊസ്റ്റ് അടിച്ചെഴുതാറ് കണ്ടപ്പോൾ. കടലമ്മ കള്ളിന്ന് എഴുതിയിട്ട് മാറി നിൽക്കും, അത് വന്ന് മയക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതുപോലെ തന്നെ ഐഷു എഴുതിയിട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഭാഗത്തൊരു പള്ളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ ഗേസ്, ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി കടലെടുത്ത് കൊണ്ടുപോയതാണ്. അതാണ് ആ പള്ളിയുടെ കിണർ. ആ കിണർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും ഉയരത്തിലായിട്ട് കിണർ നിൽക്കുമ്പോൾ അത്രയും മണ്ണ് എടുത്ത് പോയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടുത്തെ കടൽ പെട്ടെന്നാണ് കൂടുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ പള്ളി. ഇപ്പോൾ പിന്നെ കുറേ ശാന്തമാക്കിയാണ്. മഴക്കാലം വരുമ്പോഴാണ് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരിക. നമ്മൾ ഈ കടപ്പുറത്തുള്ള കുറേ വീടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കുറേ വീടുകളിലൊന്നും ആൾക്കാരൊന്നും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ. അങ്ങനെ നമ്മൾ ഐശുവിൻ്റെ കടലമ്മ കള്ളി ചെറുതായിട്ടൊന്ന് കടൽ മായച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിക്കാനായിട്ട് കടലിൻ്റെ കരയിൽ ഇരുന്നിട്ടാ. കടലിൽ ഇറങ്ങി കുളിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കരയിൽ ഇരുന്നത്. അതാകുമ്പോൾ തിര വന്ന് നനച്ചോളുമല്ലോ. ഐഷു വീണ്ടും ഞങ്ങൾ ഇരിക്കണം അവിടെ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടാണ്. വേറെ ഒന്നിനല്ല, തിര പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ തിരയാണെങ്കിൽ ആ കടലമ്മ കള്ളി എന്നുള്ളത് മാത്രം അയച്ചുകൊണ്ടുപോകാമെന്നല്ലാതെ ഞങ്ങൾ അടുത്തേക്കൊന്നും വരിക പോലും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഐഷു അവിടെ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഞണ്ടിനെ പിടിക്കാനാണ്. ഞണ്ടാണെങ്കിൽ അവളെ കാണുമ്പോൾ ഒളിക്കുകയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ആ തിരയിൽ ചവിട്ടാൻ പേടിയാണ്. അവൾ കടലിലേക്കൊന്ന് പോവും. തിര വരുമ്പോഴാണെങ്കിൽ തിരിച്ചു ഓടും. ഇതന്നെയായിരുന്നു അവളെ പണി. തീരെ കടലിൽ ഇറങ്ങുന്നില്ല. ഈ ആളാണ് ഇപ്പോൾ ഞങ്ങളെ കൂടെ കുളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അവൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് തിര വരും കേട്ടോന്ന്. പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നാണ് ഗെയ്സ് അത് സംഭവിച്ചത്. വലിയ തിര വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയ തിരയായി പോയി അത്. ഞങ്ങളെ ചെരുപ്പും ബാഗും ഒക്കെ തിര കൊണ്ടുപോയിട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെരുപ്പ് അയച്ചിട്ട് കൊടുത്തുനിന്ന് ഐഷു ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഞങ്ങളെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗിലാണെങ്കിൽ ബാബിയുടെ ഫോണും ഉണ്ടായിരുന്നു. ഈ തിര വന്നതോടുകൂടി എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണുണ്ട്. ആ ഫോണ് കൈ മേലേക്ക് പൊന്തിച്ച് ബാക്കിലേക്ക് നോക്കിയപ്പോൾ അത് ബാഗ് തിര കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ വേഗം പോയി ബാഗ് എടുത്തു. ബാബിയും ഐഷും കൂടി ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി. ഞാൻ പറഞ്ഞു ചെരുപ്പ് പോയിക്കോട്ടെ, എടുക്കണ്ട, കാരണം അതിന് ശേഷം ചിലപ്പോൾ വലിയ തിര വരുമേ, അങ്ങനെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ചെരുപ്പിനെ തിര ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് ഇട്ടെന്ന് കേട്ടോ. സത്യത്തിലൊന്ന് ഞങ്ങൾ പേടിച്ച് പോയിട്ടാ പെട്ടെന്ന് വന്നപ്പോൾ. കൂടുതലായിട്ട് ഈ ചെരുപ്പ് പോയത് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത തിര വരും, എടുക്കണ്ടെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് അടുത്ത തിര ചെറുതാണ് വന്നത്. ഞങ്ങൾ മൊത്തത്തിൽ നനഞ്ഞ്. സംഭവം ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോയതാണ്, മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ട്. വേഗം തന്നെ ബാഗ് തുറന്ന് നോക്കുകയാണ് കേട്ടോ, ഫോൺ എന്തായിരുന്നു. ഭാഗ്യത്തിന് ഫോണൊന്നും നനഞ്ഞിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ബാഗ് എടുത്ത്, അതുകൊണ്ട് ഉള്ളിലേക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
നിങ്ങൾ വിചാരിക്കും ഇതെന്താ ക്യാമറ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, ഇത് ഓൾറെഡി വീഡിയോ ഓൺ ആയിട്ട് ഞാൻ ഐശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ ഞാൻ അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയാണ് ഇതൊക്കെ ഞാൻ കണ്ടത്, വിഷ്വൽസൊക്കെ ഇതിലുണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഫോണിനൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കടലിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് അപ്പോഴേക്കും അൻവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അൻവർക്ക് വന്നതിന് ശേഷം പിന്നെ ഐശുവിനെ കടലിലൊക്കെ മുക്കി കുളിപ്പിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കടലിലൊക്കെ കളിച്ച്. പിന്നെ ഞങ്ങളും കുറച്ച് നേരം കടലിൽ കളിച്ച് കുളിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഗെയ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.